നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന കുട്ടി ശരത് മേനോൻ എന്നാണ് കുട്ടിയുടെ പേര്. ശരത് മേനോൻ്റെ വയസ്സ് വന്നിട്ട് 29 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മാസം 22-ന് 30 വയസ്സാകും. അനീഴമാണ് നക്ഷത്രം. 175 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 75 കിലോ വെയ്റ്റ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. MBA ആണ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ, ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അച്ഛൻ ജയകുമാർ, അമ്മ മീനാക്ഷി. സിസ്റ്റർ മീനാക്ഷി, അമ്മ രജനി ജയകുമാർ. എറണാകുളത്താണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. എറണാകുളം തന്നെയാണ് അവരുടെ സ്വദേശവും, എറണാകുളം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ജോബ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ആണ് ചെയ്യുന്നത്. 50 ലക്ഷം രൂപയുടെ ആനുവൽ ഇൻകമാണ് കാട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്നു. നാട്ടിൽ തന്നെ എറണാകുളത്താണ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. 175 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്, 75 കിലോ വെയ്റ്റാണ്. അപ്പോൾ ബിസിനസ്സുകാരെയൊക്കെ താല്പര്യമുള്ള രക്ഷിതാക്കൾ, പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായും വള്ളുവനാട് മാട്രിമോണിയലിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടെ ശരത് മേനോനെ കുറിച്ച് ഞാൻ പറയാം. ശരത് മേനോൻ്റെ വയസ്സ് വന്നിട്ട് 29. അടുത്ത മാസം 22-ന് 30 വയസ്സാവും. 175 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 75 കിലോ വെയ്റ്റ്. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA പാസ്സാണ് ആ കുട്ടി. അദ്ദേഹത്തിൻ്റെ നക്ഷത്രം വന്നിട്ട് അനീഴമാണ്. ദോഷം അവർക്ക് അറിയില്ല എന്നാണ് അതിൽ കാട്ടിയിരിക്കുന്നത്. അച്ഛൻ ജയകുമാർ, അമ്മ രജനി. ഒരു സിസ്റ്ററുണ്ട്, മീനാക്ഷി. എറണാകുളത്ത് ഒരു വെൽ സെറ്റിൽഡ്, അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. 50 ലക്ഷം രൂപയുടെ ഇൻകം കാട്ടുന്നുണ്ട് ബിസിനസ്സിൽ. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുട്ടിയെ നോക്കാവുന്നതാണ്. വള്ളുവനാട് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ റിന്യൂവൽ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇത് രണ്ടും ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും ഞാൻ പറയുന്ന അതേ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. വിവാഹം നോക്കേണ്ട കുട്ടിയും അവരുടെ രക്ഷിതാക്കൾ, അച്ഛനമ്മമാർ, സഹോദരങ്ങളൊക്കെ പാട് ഒരു ദിവസം ഇരുന്ന് കൃത്യമായിട്ട് ഒരു ഡിസ്കഷൻ വയ്ക്കുക വീട്ടിൽ. എന്തിനാണ് ഈ ഡിസ്കഷൻ വയ്ക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ തിരുവനന്തപുരത്താണ് ജോലി എങ്കിൽ അവിടെയുള്ള കുട്ടിയെ കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കുട്ടി കിട്ടുന്നതായിരിക്കും നന്നാവുക. ഹൈറ്റ് എത്ര വേണം, വെയിറ്റ് ഏകദേശം എത്ര വരെ പോകാം, പഠിപ്പ്, എഡ്യൂക്കേഷൻ എത്ര വരെ വേണം, ഏതുവരെ, പ്ലസ് മൈനസ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്ലസ് മൈനസ് ടോളറൻസ് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിരിക്കും. ലൊക്കേഷൻ മാത്രമേ നമുക്ക് ഒരു ടോളറൻസ് വെക്കാൻ പറ്റാത്തൊരു ഇതുള്ളൂ. ഇപ്പോൾ തിരുവനന്തപുരം വെച്ചാൽ തിരുവനന്തപുരം തന്നെ വേണം, ബാംഗ്ലൂർ വെച്ചാൽ ബാംഗ്ലൂർ വേണം, എറണാകുളം വെച്ചാൽ എറണാകുളം വേണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് മറ്റു രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരാണോ പ്രൊഫൈൽ തരുന്നത് വെച്ചാൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരും, ഞാൻ മകനുമായിട്ട് സംസാരിക്കട്ടെ, മകളുമായിട്ട് സംസാരിക്കട്ടെ എന്നൊക്കെ പറയേണ്ടി വരും. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, അമ്മയുടെ വീട്ടിൽ ധർമ്മദൈവങ്ങൾ, കുടുംബക്ഷേത്രം, അല്ലെങ്കിൽ അമ്മയുടെ തറവാട്ടിൽ ധർമ്മദൈവങ്ങൾ എന്നൊക്കെ പറയുന്ന സംഭവമുണ്ടെങ്കിൽ അത് മിക്കവാറും ഭുവനേശ്വരി
ഒക്കെ ആയിരിക്കും. നാഗങ്ങൾ ഉണ്ടാകാം, ഭുവനേശ്വരി ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ പല ശിവൻ, അയ്യപ്പൻ ഇവരൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഓരോരോ വീടുകളിലെ അമ്പലത്തിൻ്റെ ഇതുപോലെ ഇരിക്കും. അവിടെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇത് ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി, മറ്റവർ ചെയ്യണ്ട. ഇനി മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിയാവുന്നത്ര ജാതക വർത്തമാനം പറയാതിരിക്കുക. ഒരു കാരണവശാലും ജാതകത്തിനെ കുറിച്ച് സംസാരിക്കാതിരിക്കുക. ജാതകം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രക്ഷിതാക്കളും ജ്യോതിഷ പണ്ഡിതന്മാരായിട്ട് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത്ര ദോഷമുണ്ട്, അരദോഷമുണ്ട്, ഒരു ദോഷമുണ്ട്, സ്ലൈറ്റ് ദോഷമുണ്ട്, 2 ദോഷമുണ്ട്, 2.5 ദോഷമുണ്ട്, 3 വരെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ശുദ്ധജാതകമാണ്, 7 ചൊവ്വ, രാഹു, കുജം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ സബ്ജക്റ്റ് അല്ല. ജ്യോതിഷം പാരൻസിൻ്റെ പൊതുവെ 99% പാരൻസിന് ഇത് അറിയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കഴിയുന്നത് സംസാരിക്കാതിരിക്കുക. ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയൂ. ഏതൊരു പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ തീർച്ചയായിട്ടും പണിക്കരുടെ അടുത്ത് പോകണം, നോക്കണം. നിങ്ങളായിട്ട് ഒരു മുൻവിധി നടത്തി പറയണ്ട. അത് മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ കാര്യങ്ങളൊക്കെ കുറേ എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞാൽ ജാതകം ചേർന്നു, വീട് ഓക്കെയാണ്, ലൊക്കേഷൻ ഓക്കെയാണ്, ജോബ് ഓക്കെയാണ്, ഹൈറ്റ്, വെയ്റ്റ്, കുടുംബം, എഡ്യൂക്കേഷൻ, എവറിത്തിങ് ഈസ് ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് പെണ്ണ് കാണൽ ചടങ്ങാണ് എല്ലാ നാട്ടിലും ചെയ്യുന്നത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ചാടിക്കേറി ഒരു പെണ്ണ് കാണൽ ചടങ്ങിൽ പോകരുത്. ഒരു 15 ദിവസമെങ്കിലും കുട്ടികൾ തമ്മിൽ തീർച്ചയായിട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. വാട്സപ്പ് ചാറ്റ്, വാട്സപ്പ് നമ്പർ എക്സ്ചേഞ്ചിങ് ആണ് ഇപ്പോഴത്തെ ആദ്യത്തെ ഒരു ചടങ്ങ്. അപ്പോൾ ഇവർ നന്നായി സംസാരിക്കുക. ഈ 15 ദിവസം ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. അതിൽ അടിസ്ഥാനപരമായിട്ട് സംസാരിക്കേണ്ട കാര്യങ്ങൾ കുടുംബ പാരമ്പര്യം, എഡ്യൂക്കേഷൻ, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, അമിതമായ ലോണുകൾ വല്ലതും ഉണ്ടോ, ബാങ്കിങ് ലോൺസ്, EMI എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണം. നിലവിൽ വല്ല ലവ് അഫെയർ വല്ലതും ഉണ്ടോ, ആസ് ഓഫ് നൗ ഏതെങ്കിലും തരത്തിൽ ലവ് അഫെയർ ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഉണ്ടെങ്കിൽ പറയുക, ദയവ് ചെയ്തിട്ട് നമ്മളുടെ വീടിനെയും കൂടെ അതിൽ ഉൾപ്പെടുത്തേണ്ട, ഞങ്ങളെ ശല്യപ്പെടുത്തരുത്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ, ഞങ്ങളെ അതൊന്ന് ഒഴിവാക്കൂ എന്ന് കൃത്യമായിട്ട് പറയാം. ഇവിടെ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞാൽ, പെണ്ണ് കാണൽ ചടങ്ങാണ് പെട്ടെന്നങ്ങ് നടത്തുക. ഈ പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ സമയത്ത് ഈ ആൺകുട്ടി അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും എന്നുള്ളതിന് കൃത്യമായൊരു ലിമിറ്റേഷൻ ഉണ്ട്. മാക്സിമം പോയാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്. പേരറിയെങ്കിൽ പേര് വീണ്ടും ചോദിക്കും, ഇതല്ലേ പേര് എന്താ, ക്വാളിഫിക്കേഷൻ അറിയെങ്കിൽ ക്വാളിഫിക്കേഷൻ വീണ്ടും ചോദിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ പെണ്ണ് കാണൽ ചടങ്ങ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്നത്. അതല്ല വേണ്ടത്. പുറത്ത് വെച്ച് കാണണം. വീടിൻ്റെ പുറത്ത് വെച്ച് ഏതെങ്കിലും കോഫി ഹൗസിലോ എവിടെയെങ്കിലും വെച്ച് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിക്കാവുന്ന കണ്ടീഷനിൽ കാണണം. അതിനുശേഷം മാത്രമേ വീട്ടിൽ പെണ്ണ് കാണൽ ചടങ്ങിന് പോകാവൂ. ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾ 2 പേരും, ആൺകുട്ടിയും പെൺകുട്ടിയും, ഒരു കംഫർട്ട് സോണിൽ എത്തുന്നില്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ടായി മാറും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. ഈ കംഫർട്ട് സോൺ എപ്പോൾ ആവുന്നു അപ്പോൾ കണ്ടാൽ മതി, നേരിൽ കണ്ടാൽ മതി. ചിലപ്പോൾ അത് 15 ദിവസത്തിനുള്ളിലാവും, ചിലപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 1.5 മാസം എടുക്കും. കംഫർട്ട് ആവുന്നില്ല എന്ന് കണ്ടാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ശരിയാവില്ല, നിങ്ങൾ വേറെ നോക്കിക്കോളൂ, ഞങ്ങളും വേറെ നോക്കാം, ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു തോന്നുന്നില്ല എന്ന് വളരെ സന്തോഷത്തോടെ പറയാം. എന്തുകൊണ്ടാണ് ഞാൻ പുറത്ത് വെച്ച് കാണണം എന്ന് പറയുന്നതിൻ്റെ ഒരു ആധികാരികത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിക്ക് വീട്ടിൽ വെച്ച് പറയാൻ പല കാര്യങ്ങളും പറ്റില്ല. ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ഈ പെണ്ണുകാണൽ ചടങ്ങ് നടത്തുന്നത്. പുറത്ത് വെച്ചാകുമ്പോൾ അവർ കൃത്യമായിട്ട് കാര്യം പറയും. കുട്ടികളൊക്കെ വളരെ ഓപ്പണാണിപ്പോൾ. അവർ പറയും, കുട്ട നീ വേറെ നോക്കിക്കോ, എനിക്ക് ആൾറെഡി ഒരു അഫയർ ഉണ്ട്, ഇത് അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് വന്നിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ആൺകുട്ടികളും പറയുന്നുണ്ട്. അതെപ്പോഴും നല്ലതാണ് ആ പറയൽ. അങ്ങനെ കാണണം, അങ്ങനെ പറയണം. ഇതൊന്നുമില്ല ഓക്കെ ആണെങ്കിൽ മാത്രമാണ് പെണ്ണ് കാണൽ ചടങ്ങിന്. പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു കംഫർട്ട് സോണിലെത്തണം. ആ കംഫർട്ട് സോണിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മുന്നോട്ട് പോകാവൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ രക്ഷിതാക്കളുടെ റിട്ടയർഡ് ലൈഫ് വളരെ സ്വസ്ഥമായിട്ടിരിക്കാം. ഇല്ലെങ്കിൽ ദിവസേന എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരും. കുട്ടികളുടെ ദാമ്പത്യ ജീവിതവും വളരെ സന്തോഷപ്രദമായി മുന്നോട്ട് പോകും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്ട് ചെയ്യുക. ഏതെങ്കിലും കുട്ടികളുടെ ഡീറ്റെയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോൻ്റെ താഴെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും തരുന്നുണ്ട്. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം.